പാരന്റിങ് ഉണ്ട്, പുറത്ത് ഫോറിൻ എഡ്യൂക്കേഷൻ പ്രിഫറൻസ് ഉള്ള സംഗതി ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്, ഈ സിബ്ലിംഗ്സ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ട്. ലോകം തന്നെ ഒരു ക്ലാസ് റൂമിൽ തന്നെയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിള്ളേരെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ സ്കൂള് ഭയങ്കര ശോകമായി മാറി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആ കോർ ഇഷ്യൂ തന്നെയാണ് നമ്മളിവിടെ ഈ വാഴ 2 അഡ്രസ് ചെയ്യുന്നത്. മറ്റേ പാരന്റിങ് ആണെങ്കിൽ ടീച്ചേഴ്സിനാണ് നമ്മൾ വളരെ ലൈറ്ററായിട്ട് ചിന്തിച്ചാൽ ഗ്രൗണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിൽ പോലും ഭയങ്കരമാണ്. ഇപ്പൊ നമ്മളറിയാം എല്ലാവരും അങ്ങനെ ഒരു വെൽനെസ്സിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്തിൽ ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിക്കുന്ന സമയത്തും നേരത്തെ അത്രയും ഗ്രൗണ്ട് ഇല്ല. ഈ കുട്ടികൾ പകരം എന്ത് ചെയ്യും എന്ന് പറയുന്ന സാധനം ഞാൻ അതുപോലും ആളുകൾക്ക് എവിടെ അട്രാക്ട് ആവുന്നു എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബുക്കിലാണോ അട്രാക്ട് ചെയ്യുന്നത്, ഫ്രണ്ട്ഷിപ്പിലാണോ അട്രാക്ട് ചെയ്യുന്നത്, വീട്ടിലാണോ അവൻ അട്രാക്ട് ആവുന്നത്, കൂടുതൽ അച്ഛൻ്റെ അമ്മയോടാണ് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ സാധനത്തിലാണ് നമ്മൾ എല്ലാ ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇവന്റെ സൗണ്ട് ഒച്ച ഇനി പുറത്തേക്ക് സ്പീക്കറിന്റെ കേൾക്കണം എന്ന് പറയുമ്പോൾ അവനവിടെ സ്പേസ് ഇല്ല. ഓട്ടോമാറ്റിക്കലി അടുത്ത ഈ ഒച്ചയിൽ പാട്ട് വയ്ക്കാൻ പറ്റുന്ന എവിടെ ഉണ്ടാവും അങ്ങോട്ട് പോകും. അപ്പോൾ വീട്ടിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോകും, ഗ്രൗണ്ടില്ലെങ്കിൽ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിൽ പോകും. അവിടെയില്ലേ എന്ത് ചെയ്യും, കളിക്കേണ്ടെന്ന് തീരുമാനിക്കും. അപ്പോൾ അവർ അടുത്ത സ്ഥലത്ത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇല്ലാതെ ഈ കൂട്ടായ്മയുടെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പൂജപ്പുര ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. മെജോറിറ്റി ഓഫ് ദ ടൈം അവിടെ എപ്പോഴും പാർട്ടി പരിപാടികൾ, ഉത്സവം, ആനമേള, മറ്റേ ഓണപ്പരിപാടി, ദീപാവലി പരിപാടി എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് പള്ളിക്കും അമ്പലത്തിനും എല്ലാത്തിനും ഗ്രൗണ്ട് ഇല്ല. അപ്പം ഞാൻ എപ്പോഴും കളി കാണാനെന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്ക് അവിടെ നിന്ന് പോയി കാണാൻ പറ്റില്ല. കളിയില്ല, ഗ്രൗണ്ടിൽ ആരും കളിക്കുന്നില്ല. ഇതെല്ലാം സമയം കഴിഞ്ഞിട്ട് കളിച്ചാൽ മതി എന്ന് പറയുന്നത് ഭയങ്കര